ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാൻ അലൽഡയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെറിയ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസിന്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ചെറിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. സ്ത്രീകൾക്കൊക്കെ വളരെ സന്തോഷത്തോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു കൊച്ചു ബിസിനസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ലക്ഷങ്ങൾ പ്രോഫിറ്റ് ഒന്നും കിട്ടത്തില്ല. ഒരു 50,000-40,000 രൂപയൊക്കെ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അതുകൂടാതെ ബിസിനസിന്റെ ലൈസൻസ് റിലേറ്റഡ് സർവീസുകളും ചെയ്ത് നൽകുന്നുണ്ട്. അപ്പോൾ ലൈസൻസ് എടുക്കാനായിട്ട് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കൊച്ചു ബിസിനസ്, അതായത് ഇപ്പൊ മുതിർന്ന ആളുകളും കുട്ടികളും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ്. നമ്മളിപ്പോൾ കൊച്ചു കുട്ടികളെ കൊണ്ടൊക്കെ ഷോപ്പിലൊക്കെ പോകുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും വാങ്ങിച്ചു തരണമെന്ന് വാശി പിടിക്കുന്ന പ്രോഡക്റ്റ്. എന്താണ് ആ പ്രോഡക്റ്റ് എന്ന് അറിയാമോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും എൻ്റെ പ്രായത്തിലുള്ള പേരൻസ് ഒക്കെയാണ്. അപ്പൊ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളവരാണ്. നമ്മൾ അവരെയും കൊണ്ട് ഷോപ്പിൽ പോകുമ്പോൾ എന്താണ് അവർ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കിൻഡർ ജോയ് ആണ് പറയണത്. പക്ഷെ കിൻഡർ ജോയ് നമുക്ക് എല്ലാ ദിവസവും ഒന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ഒരു ലോലിപോപ്പ് ഒക്കെ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും, അല്ലെ? ലോലിപോപ്പ് വാങ്ങിച്ചു കൊടുക്കാത്ത ഒരു പേരൻസും ഉണ്ടാവില്ല. ഒരു കുട്ടിക്ക് ഒരു മാസം നമ്മൾ എത്ര ലോലിപോപ്പാണ് വാങ്ങിച്ചു കൊടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ലോലിപോപ്പ് എങ്ങനെയാണ് ബേക്കറികളിൽ ഇരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമുക്കും ഈ ഒരു ലോലിപോപ്പ് ഈസി ആയിട്ട് തന്നെ മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും കുട്ടികൾ ഉള്ളിടത്തോളം കാലം വിറ്റ് പോകുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മാനുഫാക്ചറിങ് രീതിയാണ് വരുന്നത്. അത് മാത്രമല്ല, നമുക്ക് വളരെ എളുപ്പത്തിൽ ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചാൽ നമുക്ക് കുട്ടികളുടെ ആ ഒരു മനസ്സിനെ കീഴടക്കാനായിട്ട് പറ്റും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വിൽക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന ലോലിപോപ്പ് ബിസിനസിന്റെ ഡീറ്റെയിൽസ് ആണ്. എങ്ങനെയാണ് നമ്മൾ നിർമ്മിക്കുന്നത്, എത്ര രൂപ നമുക്ക് ഏകദേശം ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ട് വരും, എന്തൊക്കെ ലൈസൻസ് ആണ് ആവശ്യമായിട്ട് വരുന്നത്, എങ്ങനെ മാർക്കറ്റ് ചെയ്യും, ഇത്രയും ഡീറ്റെയിൽസ് ആണ് കേട്ടോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ലോലിപോപ്പ് നിർമ്മിക്കാനായിട്ട് നമുക്ക് ഷുഗറും അതുപോലെ തന്നെ ഫുഡ് കളറുമാണ് ആവശ്യമായിട്ട് വരുന്നത്. അത് നമ്മൾ ഒരു നിശ്ചിത അളവിൽ നമ്മൾ തിളപ്പിച്ച് ഇത്തരത്തിൽ ലോലിപോപ്പ് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു മോൾഡിൽ നമ്മൾ ഒഴിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ സ്റ്റിക്ക് കൂടി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഈ സ്റ്റിക്കും ഈ മോൾഡും നമുക്ക് ഓൺലൈനായിട്ട് തന്നെ വാങ്ങാനായിട്ട് സാധിക്കും. ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ആമസോണിനേക്കാളും റേറ്റ് കുറച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലോക്കൽ ആയിട്ടുള്ള ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങാനായിട്ട് സാധിക്കും. ഈ ബേക്കിംഗ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഷോപ്പുകളിലൊക്കെ ഇത്തരത്തിലുള്ള സ്റ്റിക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മോൾഡൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ലോലിപോപ്പ് ഉണ്ടാക്കാനായിട്ട് അറിയില്ല എങ്കിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ജസ്റ്റ് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് ഫുഡ് കളർ കൂടി ആഡ് ചെയ്ത് നമുക്ക് പല പല ഷേപ്പിൽ ഈ ലോലിപോപ്പ് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലോട്ട് ഈ ഒരു ലോലിപോപ്പിനെ മാറ്റുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ലോലിപോപ്പിന്റെ കൂടെ കൊച്ചു കൊച്ചു ടോയ്സ് ഒക്കെ നൽകുക എന്നുള്ളതാണ്. ഈ ടോയ്സ് എല്ലാം നമുക്ക് ഇന്ത്യ മാർട്ടിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. ചെറിയ ചെറിയ ടോയ്സ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അത്തരത്തിലുള്ള ടോയ്സ് ഒക്കെ നമുക്ക് ഹോൾസെയിലായിട്ട് വാങ്ങാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഈ ലോലിപോപ്പ് വാങ്ങിക്കാനായിട്ട് അറിയില്ല എങ്കിൽ ഈ ജംസ് മിഠായി ഇല്ലേ, അതുപോലത്തെ മിഠായി നമുക്ക് 1 കിലോ 10 കിലോ ഒക്കെ ഹോൾസെയിലായിട്ട് ഇന്ത്യ മാർട്ടിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ. അതൊക്കെ നമുക്ക് ചെറിയ ചെറിയ നമ്മളുടെ ബ്രാൻഡ് നെയിമിലുള്ള പാക്കറ്റുകളിലാക്കി നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. അതിനും ഈ സെയിം ലൈസൻസ്, ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന സെയിം ലൈസൻസ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു ബിസിനസ്സും നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ് കേട്ടോ. ഇനി എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ഷോപ്പുകളെ തന്നെയാണ് കേട്ടോ ആശ്രയിക്കേണ്ടത്. ഓൺലൈൻ ആയിട്ടൊന്നും അധികമായിട്ട് സെല്ല് ചെയ്യാൻ പറ്റാത്തൊരു പ്രോഡക്റ്റ് ആണിത്. അപ്പോൾ നമ്മളുടെ വീടിന്റെ അടുത്തുള്ള ഷോപ്പിലൊക്കെ കൊണ്ടുവയ്ക്കുക. വിറ്റ് പോയില്ലേ എങ്കിൽ റിട്ടേൺ എടുത്തുകൊള്ളാം എന്ന് അവരോട് പറയുക. അങ്ങനെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല കേട്ടോ, നമ്മളുടെ പ്രോഡക്റ്റിൽ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട്, അതായത് മറ്റു ലോലിപോപ്പുകളെ ഒന്ന് വ്യത്യസ്തമാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കുട്ടികൾ വാങ്ങുക തന്നെ ചെയ്യും. ഇനി എന്തൊക്കെ ലൈസൻസ് ആണ് ആവശ്യമായിട്ട് വരുന്നതെന്ന് നോക്കാം. ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്ത് കാർഡ് ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രോഡക്റ്റ് പാക്ക് ചെയ്യുന്നതിനായിട്ടുള്ള പാക്കർ ലൈസൻസും ആവശ്യമാണ്. ഈ 3 സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ 3 സർട്ടിഫിക്കറ്റ് നമുക്ക് നമ്മുടെ വീടിന്റെ ഡീറ്റെയിൽസ് തന്നെ വെച്ചിട്ട് എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ലൈസൻസിന്റെ ഒന്നും ആവശ്യം നമുക്ക് വരുന്നില്ല. ഇനി ലോണ് സബ്സിഡി ഒക്കെ വേണമെങ്കിൽ നമുക്ക് MSME ഉണ്ടെങ്കിൽ ലോണ് സബ്സിഡിയും നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ ഇതിന് ലോണിന്റെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല.
ഒരു 500 രൂപ ഉണ്ട് എങ്കിൽ പോലും നമുക്ക് ആദ്യത്തെ സെറ്റ് ലോലിപോപ്പ് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൽ നമുക്ക് അടുത്ത സെറ്റ് ഇറക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മോൾഡൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ബിസിനസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ ചോദിക്കാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡീറ്റെയിൽസ് പ്ലീസ് എന്നുള്ള മെസ്സേജ് ഒഴിവാക്കുക. നിങ്ങളുടെ സംശയം എന്താണോ അത് നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇനി നല്ല നല്ല പുതിയ പുതിയ ബിസിനസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും നേരം നമ്മളുടെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.